ഇസ്ലാമിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ദർഗകൾക്കും സൂഫി ട്രഡീഷനും ഒക്കെ എതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഈ സെമറ്റിക് ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ പഴയ കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ പഴയ കാലത്തെ മലപ്പുറത്തിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഇപ്പോഴും പലരും ഷെയർ ചെയ്യാറുണ്ട്. ഈ മുഖം മറയ്ക്കുന്ന വസ്ത്രം ഇട്ടിട്ടോ ഈവൻ പർദ്ദ പോലും ഇട്ടിട്ടോ ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ മാറിയിട്ട് അത്തരം കാര്യങ്ങൾ, ഈ ചൂട്ടത്ത് കറുത്ത തുണി ഒടിച്ച് നടക്കണം എന്ന് പറയുന്നത് ഒക്കെ കൂടുതൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ അതേസമയം നമ്മൾ ഇതിൻ്റെ സ്ഥലമായിട്ടുള്ള സൗദി അറേബ്യയിൽ കാണുന്ന അവിടുത്തെ രാജകുടുംബാംഗങ്ങൾ പോലും വളരെ ഇതൊക്കെ അഴിച്ചു കളഞ്ഞ് ഫ്രീ ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള, അതായത് സെമറ്റിക് രീതിയിലുള്ള എല്ലാറ്റിൻ്റെയും ചിന്ത ഈ തുറസില്ലാത്തതാണ്, മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒന്നാണ്. ഈ ഒരു കാര്യം കൂടി നേരത്തെ ഈ സ്ത്രീകളുടെ ഒരു വിഷയം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ തിരുനാവായലൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഈ യങ് മങ്സ്, ഫീമെയിൽ മങ്സിന് ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ നോർത്തിൽ നടന്ന കുംഭമേളയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ പേരെ കണ്ടിരുന്നു. അപ്പോൾ കൂടുതൽ സ്ത്രീകൾ അല്ലെങ്കിൽ ഈവൻ യങ് ആയിട്ടുള്ളവർ ഇപ്പോൾ സന്യാസത്തിലോട്ടും അല്ലെങ്കിൽ ഈ വേദിക് സ്റ്റഡീസിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഇപ്പോഴല്ല, പണ്ടേ ഉണ്ട്, നമുക്കത് അറിയണില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വെസ്റ്റേൺ ലോകമൊക്കെ ബോഡി പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് ആലോചിച്ച് തുടങ്ങുന്നതിന് മുമ്പേ ഭാരതത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള സന്യാസിമാരുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള മഹാമണ്ഡലേശ്വരന്മാരുണ്ട്, സ്ത്രീകളായിട്ടുള്ള ആചാര്യന്മാരുണ്ട്, ഒരുപാട് മഹാത്മാക്കളുണ്ട്. ഇപ്പം അവനൊരു കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇന്നത്തെ അല്ല, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടും വിസിബിലിറ്റി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പണ്ടേ മാ ആനന്ദമയ്യൊക്കെ ഉത്തരഭാരതത്തിൽ വളരെ ആദരിക്കപ്പെട്ടിരുന്ന മഹാത്മാവായിരുന്നു. ഈ മഹാമഹത്തിൽ അവന്തിക ഭാരതി ഭയങ്കര വൈറലായിരുന്നു. നിങ്ങളാക്കുന്നതല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈറലല്ലാതെ വൈറസും ബാക്ടീരിയ ഒക്കെ ഒന്ന് തന്നെ. Will you join politics? Because താങ്കളെ ഇവിടെ ചില യോഗി ആദിത്യനാഥ് ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. സ്വാമിജിക്ക് അങ്ങനെ ഒരു അല്ല, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാമാജികമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും രാജനൈതികം കൂടിയാണ്. സാമാജികമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും നമ്മൾ ഇന്നിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കൂടി രാജനൈതികമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ പൊളിറ്റിക്സിൽ ചേരുകയോ പൊളിറ്റിക്സ് നിങ്ങളെ ചേർക്കുകയോ എന്നുള്ളതൊന്നുമല്ല. അത് രാജനൈതികമായിട്ടുള്ള ഒരു സാമാജിക വ്യവസ്ഥയിൽ പുറത്തിറങ്ങി എന്ത് കാര്യം ചെയ്യുന്നവരും രാജനൈതികമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതായത് സ്വാമിക്കും ആവശ്യം വന്നാൽ പൊളിറ്റിക്സിൽ അല്ല, ആവശ്യം വന്നാലല്ല, നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ രാജനൈതികമായിട്ട്, നമ്മൾ ഈ ഇരിക്കുന്നത് സംസാരിക്കുന്നത് പോലും രാജനൈതികമായിട്ടുള്ള കാര്യമാണ്. സ്വാമിയുടെ പൊളിറ്റിക്സ് എന്താണ് ഇപ്പം നിലവിൽ? ധർമ്മമാണ്. കക്ഷി രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും താല്പര്യമുണ്ടോ? ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൽ പാർട്ടി പൊളിറ്റിക്സ്? കക്ഷി രാഷ്ട്രീയത്തിലൊന്നും നമ്മളില്ല. ഞാനൊരു പാർട്ടിയിലും മെമ്പറല്ല. ഈ അടുത്തൊരു എന്താ പറയാ, സ്വാമി പറഞ്ഞ പോലെ നമ്മളൊരു ഭരണത്തിന്റെ ഭാഗമാകണമെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികളോട് ചേരണമല്ലോ. ആം ആദ്മി പാർട്ടിയെ കുറിച്ച് എന്താ അഭിപ്രായം? അല്ലെങ്കിൽ ഞാൻ നമ്മളിപ്പോഴത്തെ കുറച്ച് സൗഹൃദങ്ങൾ എല്ലാ പാർട്ടികളിലും ഉണ്ടെന്നല്ലാതെ അതെങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ അവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊന്നും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അപ്ഡേറ്റഡ് അല്ല, സ്റ്റഡീഡ് അല്ല. മുമ്പ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും. രാഷ്ട്രീയ നേതാക്കൾ ഉപദേശം തേടി വരാറുണ്ടോ? ഞാൻ ഈ കഴിഞ്ഞ കുംഭമേള വരെ ഞാൻ അങ്ങനെ പബ്ലിക്കായിട്ട് അങ്ങനെ ആളുകൾ അറിയുന്ന ഒരാളായിരുന്നില്ല. ഹിമാലയത്തിലും നർമ്മദാതടത്തിലും ഒക്കെ നമ്മുടേതായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് തുടങ്ങിയതും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പോൾ ജസ്റ്റ് കാണുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. പഴയ പരിചയം ഉണ്ടായിരുന്ന ആളുകളുണ്ട്, ഇപ്പോൾ പരിചയപ്പെട്ട ആളുകളുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ എന്നല്ലാതെ ഞാൻ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് അല്ല, അറിയേയില്ല. സ്വാമിജിയുടെ ഗോൾ എന്താ? വാട്ട് ഈസ് ദ എയിം ഓഫ് യുവർ ലൈഫ്? പർപ്പസ് എന്താ? ഓരോ സോളിനും ഓരോ പർപ്പസ് ഉണ്ടെന്നല്ലേ സ്വാമി വിവേകാനന്ദർ പറഞ്ഞു. അതുപോലെ സ്വാമിജിയുടെ എയിം എന്താ? അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധർമ്മ സംരക്ഷണത്തിനും ധർമ്മപ്രചരണത്തിനുമായി അതിന് പറ്റുന്ന, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഹിന്ദു അവേക്കനിങ്ങിന്റെ ഭാഗമായിട്ട് അടുത്ത ലോജിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വോട്ട് ബാങ്കായി മാറണം എന്നുള്ളതാണ്. അല്ല, അത് എപ്പോഴും ഒരു അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണവ്യവസ്ഥ നിലനിൽക്കുന്നിടത്ത്
നമുക്ക് ഏത് ആളുകൾക്കാണെങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ശക്തിയായാൽ മാത്രമാണ് അവരവരുടെ ഭാഗത്തിന് എന്തെങ്കിലും ഒരു സ്വാധീനം അല്ലെങ്കിൽ അതിനകത്തൊരു നീതി കിട്ടുക എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുള്ളൂ. സ്വാമിജി, അടുത്ത ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞു കേട്ടതാണ് നർമ്മദാ നദീതീരത്ത് ഇതുപോലെ മേള നടക്കുന്നുണ്ടായിരുന്നു. അത് ഇബ്രാഹിം ലോധിയുടെ സമയത്ത്, അത് ബംഗാളിലാണ്. ബംഗാൾ ത്രിവേണി കുംഭസംക്രാന്തിയാണ്. അതെന്നാണ്? അത് കുംഭസംക്രാന്തി വരുന്ന 13-14 ദിവസം. അതെ അതെ അതെ. അവിടെയും ഇതുപോലെ അത് നേരത്തെ നമ്മൾ തിരുനാവായിലുണ്ടാവില്ല, കുറച്ച് വർഷങ്ങളായിട്ട് അതിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം നമ്മളൊക്കെ അവരുടെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ നിന്നുള്ള അതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുന്ന ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം ബംഗാളിലും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഇതുപോലെ ഹിന്ദു അവേക്കനിങ് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ അതും അവിടെയും ഇതുപോലെ ഒരു പ്രോസസ്സ് ആയിരിക്കുമോ റെപ്ലിക്കേറ്റ് ആവുക? അവിടുത്തെ അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ അവിടെ അവർ വിളിച്ചു നമ്മൾ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ മറ്റുള്ള ജുനാഖാഡെ അല്ലേ ചെയ്യുന്നത്? അല്ല, അത് ജുനാഖാഡെ സംബന്ധിച്ചിടത്തോളം ഒരു വിപുലമായ സംവിധാനമാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ സന്യാസിമാരും ആശ്രമങ്ങളും എല്ലാവരും ചേർന്നിട്ടാണ് അവിടെ ആ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നത്. നമുക്കതിൻ്റെ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അഖാഡയുടെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് അത്ര ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയാമെന്നല്ലാതെ എന്തൊക്കെ നടക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് പൂർണ്ണമായിട്ടൊന്നും അറിയാൻ സാധ്യമല്ല. അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കണമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അഖാഡ മാത്രമല്ല അവിടെ നടത്തുന്നത്, അഖാഡയും ബന്ധപ്പെടുന്നുണ്ട്. അവിടുത്തെ ആശ്രമങ്ങൾ, ആനന്ദമഠം, രാമകൃഷ്ണമഠം, അങ്ങനെയുള്ള എല്ലാവരും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, അതായത് അഖാഡകളിൽ മൊത്തം 60 ലക്ഷത്തിന് മുകളിൽ ആളുകളുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ കുംഭമേളയൊക്കെ അവിടെ നോർത്തിൽ നടക്കുന്ന കുംഭമേളയുടെ ഒക്കെ ടൈമിൽ ആളുകൾ ഇങ്ങനെ ചിലപ്പോൾ മിത്തായിരിക്കാം, ഇവർ പലവരും മറ്റേ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല, ഹിമാലയത്തിലെ കേവ്സിൽ താമസിക്കുന്നവർ, ചിലവർക്ക് 100 വർഷത്തിന് മുകളിൽ പ്രായമുണ്ട്, 200 വർഷമായിട്ട് ജീവിച്ചിരിക്കുന്നവർ ഉണ്ട്. അത് ഇതിലൊക്കെ നിങ്ങൾ സത്യമുണ്ടോ? ശരി. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് നിങ്ങൾക്ക് ഈ ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ഹീറ്റ് കൂട്ടാം, ശരീരത്തിൻ്റെ ഹീറ്റ് കുറയ്ക്കാം, മെറ്റബോളിസത്തിൻ്റെ ഡ്യൂറേഷൻ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ ലൈഫ് സ്പാനെ ബാധിക്കാം. പിന്നെ ഹിമാലയത്തിലും നർമ്മദാതടത്തിലും കാട്ടിലും ഒക്കെ ഇരിക്കുന്ന ഒരുപാട് സന്യാസിമാരുണ്ട്. ഇതൊക്കെ പഴയ കാലത്ത് വന്നിരുന്നത് ഇതാണ്, ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ആകാശത്ത് നോക്കിയിട്ട് ഇന്ന സമയമാകുമ്പോൾ എന്നുള്ള നിലയിൽ അവർ ഇറങ്ങി വരും. നമ്മുടെ ഇവിടെയൊക്കെ തന്നെ ഞാറ്റുവേലയൊക്കെ നിശ്ചയിച്ചിരുന്നത് പഴയ ആളുകൾ ക്ലോക്ക് നോക്കിയിട്ടും വാച്ച് നോക്കിയിട്ടും ഒന്നുമല്ലല്ലോ, ആകാശത്ത് നോക്കിയിട്ടല്ലേ. ധാരാളം ഉണ്ട്. ഇപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ നടന്ന് യാത്ര ചെയ്യാൻ പോകുമ്പോൾ തന്നെ കുറച്ച് വഴി വിട്ടിട്ടൊക്കെ ട്രക്ക് ചെയ്യാനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഈ അഖാഡയിൽ നേരത്തെ പറഞ്ഞില്ലേ ഫിൽറ്ററിങ് പ്രോസസ് ഉണ്ട്, ഒരു സെലക്ഷൻ പ്രോസസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശരിക്കും അങ്ങനെയൊക്കെ ഈ മഞ്ഞിലിരുന്ന് തപസ് ചെയ്യണം, അതൊക്കെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് മഞ്ഞിലും വെയിലത്തും ഫുഡില്ലാണ്ടിരിക്കണം, ഇത്ര മണിക്കൂർ നോൺ സ്റ്റോപ്പ് തപസ്സിരിക്കണം. സ്വാമിജി, ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ. ഇപ്പോൾ കമ്മ്യൂണിസത്തിൽ നിന്ന് താങ്കൾ സന്യാസത്തിലേക്ക് വന്നു, അതൊരു സീക്കിങ്ങിൻ്റെ ഭാഗമാണ്. യു ആർ സീക്കിങ് ആൻഡ് യു വെൻ ഫ്രം വൺ പാർട്ട് ടു അനദർ. ഇതിൽ നിന്ന് ഈ സീക്കിങ് എന്തായാലും ഒരു സീക്കറിന് നിർത്താൻ പറ്റില്ല. സീക്കർ ഹാസ് ടു, ദാറ്റ് ഇസ് ഹിസ് ഇൻസ്റ്റിങ്ക്ട്. അപ്പോൾ ആ സീക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതിൽ നിന്നും വേറെ ഏതെങ്കിലും പ്രയാണങ്ങൾ ഉണ്ടാകുമോ, അതോ ഒരു തിരിച്ചുവരലുണ്ടാകുമോ? അല്ല, ഞാൻ SFIയിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഇങ്ങനെയാവുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകും തോറും നമുക്ക് വരുന്ന അറിവുകൾ, നമുക്ക് വരുന്ന അനുഭവങ്ങൾ, അതിനനുസരിച്ച് നമുക്ക് യുക്തമാകുമെന്ന് തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുകയാണ്. ഈ ഇരിക്കുന്ന ശരീരം നാളെ ഉണ്ടാവുന്ന യാതൊരു ഉറപ്പുമില്ല. അല്ല, അപ്പോൾ താങ്കളുടെ ആശയങ്ങളുടെ സപ്പോർട്ട് ചെയ്ത് കുറേ പേര് ഇപ്പോൾ കൂടെ ഉണ്ടാവും. നാളെ യു വിൽ ബി മൂവിങ് ടു അനദർ റിയലും. സോ വാട്ട് വിൽ ഹാപ്പൻ ടു ദീസ് സപ്പോർട്ടേഴ്സ് ഹു ആർ? അല്ല, ഈ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്ത് വരുന്നു എന്നുള്ളതല്ല. അവർ ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്നു. ആ ധർമ്മത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരാൾ കുറച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അവർ ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നേക്കാൾ നന്നായിട്ട് ധാർമ്മിക പ്രവർത്തനം നിൽക്കുന്നവരുടെ കൂടെ അവർ നിൽക്കും. അപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആധ്യാത്മികതയിലേക്ക് വരുമ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും സന്യാസിമാരായിട്ടില്ല, എല്ലാവരും എൻ്റെ ശിഷ്യന്മാരായിട്ടില്ല. അവർ ആ ആശയത്തിലാണ് നിന്നിരുന്നത്. അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന
നമ്മൾ നടത്തുന്ന പരിപാടികളിലോ കാര്യങ്ങളിലൊക്കെ അവരുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായും നന്നായും ചെയ്യുന്ന ആളുകളുടെ കൂടെ അവരിപ്പോഴും ഉണ്ട്. അവർ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്, അവർ സനാതന ധർമ്മത്തിന് വേണ്ടി. വ്യക്തിയല്ല ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണോ പറയുന്നത്? അല്ല, വ്യക്തിയൊക്കെ നിമിത്തമാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ മാഘം ഗംഭീരമായി നടന്നു. അത് നടത്തുന്നത് ഒരാളെ കൊണ്ട് കൂട്ടിയൊക്കെ വിടുന്ന കാര്യങ്ങളൊന്നും അല്ല അവിടെ നടന്നതെന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. കാരണം ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഓരോരോ പരിപാടികൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയുടെ കാര്യം വന്നപ്പോൾ ഈ പൊളിറ്റിക്കലി നോക്കുമ്പോൾ ഈ ഒരു ഹിന്ദു റീചാർജിങ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഈ മോദി സർക്കാർ വന്നിട്ടാണ് ഒരു വലിയൊരു പൊളിറ്റിക്സും കൂടെ അതിൽ ഉണ്ടെന്ന് പറയുന്നത്. അതിനെങ്ങനെയാണ്? അല്ല, അങ്ങനെ അതിനനുകൂലമായിട്ടുള്ള ഒരു ഘടകം വരുന്നത് ഇപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സാമാജികമായിട്ടുള്ള അന്തരീക്ഷം ഒരു ധർമ്മത്തിന് അനുകൂലമായിട്ട് വരുന്നത് ധാർമ്മികമായിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ തപസ്സിൻ്റെ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിങ്ങനെ പോയാൽ പോരല്ലോ എന്ന് പറയുന്ന ഒരുപാട് തപസ്വികളുടെ, മഹാത്മാക്കളുടെ, സജ്ജനങ്ങളുടെ തപസ്സിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്നതാണ് അതിനനുകൂലമായിട്ടുള്ളൊരു സാമാജിക അന്തരീക്ഷം. ഈ സെൻട്രൽ ലീഡർഷിപ്പ് എന്ന് ഇപ്പോൾ RSS അല്ലെങ്കിൽ അങ്ങനെ സംഘപരിവാറിൻ്റെ വിശ്വ പരിഷത്തിൻ്റെ അല്ലെങ്കിൽ മോദി, അമിത്ഷാ അവരുടെ സൈഡിൽ നിന്നൊക്കെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അവരുടെ സൈഡിൽ നിന്നൊന്നും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ അതായത് തിരുവനന്തപുരത്ത് നടന്ന പ്രോഗ്രാമിൽ പ്രധാനമന്ത്രി മാഘമഹോത്സവത്തിന് ആശംസകൾ അറിയിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഇങ്ങനൊരു കാര്യം നടക്കുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടാവാം. അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ശശി തരൂര്. ഈ RSS അല്ല BJP അല്ലാതെ വേറെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള ഒരാൾ ഇതിന് ആശംസ അറിയിച്ചിട്ടുണ്ട്, ശശി തരൂരാണ്. അതെ, എങ്ങനെയാണ് ഒരു കണക്ഷൻ വന്നത്? അല്ല, അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. ഏതെങ്കിലും തരത്തില് അപ്രോച്ച് ചെയ്തിരുന്നു? ഇല്ലില്ല, നമ്മൾ ആരെയും അപ്രോച്ച് ചെയ്യണ്ടെന്നൊന്നും വിചാരിച്ചിട്ടല്ല, എന്നുള്ള സമയം കിട്ടിയിട്ടില്ല.